കേരളത്തിലെ റോഡുകളിൽ ഡെയിലി യൂസിന് ബൈക്ക് എടുക്കുമ്പോൾ വെറും സ്പീഡും പവറും മാത്രം നോക്കിയെടുത്താൽ പിന്നെ നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഈ വീഡിയോയിൽ മൈലേജ്, കംഫർട്ട്, മെയിൻ്റനൻസ് എന്നീ 3 പോയിന്റ് വെച്ച് ബെസ്റ്റ് ഡെയിലി യൂസ് ബൈക്ക് നമ്മൾ ഹോണസ്റ്റായി ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയും ഹെഡ് ഏക്കും രണ്ടും സേവ് ചെയ്യും. കേരളം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് പോലെയല്ല. ഇവിടെ ഹെവി ട്രാഫിക് ഉണ്ട്, റെയിനി സീസൺ ലോങ് ആണ്, പിന്നെ റോഡ്സ് എല്ലായിടത്തും പെർഫെക്റ്റും അല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഡെയിലി യൂസ് ബൈക്ക് എന്ന് പറയുമ്പോൾ മൈലേജ് പ്ലസ് കംഫർട്ട് പ്ലസ് ഈസി മെയിൻ്റനൻസ് ആണ് റിയൽ പ്രയോറിറ്റി. പെട്രോൾ പ്രൈസ് ഡെയിലി എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മൈലേജ് എന്ന് പറയുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് അല്ല നോക്കേണ്ടത്, റിയൽ വേൾഡ് മൈലേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഡെയിലി യൂസിന് ബെസ്റ്റ് മൈലേജ് റേഞ്ച് എന്ന് പറയുമ്പോൾ 45 to 60 km/ലിറ്റർ ആണ്. അതിന് മുകളിൽ പോയാൽ പവർ കുറവാകും, അതിന് താഴെ പോയാൽ പെട്രോൾ കോസ്റ്റ് കൂടും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മൈലേജ് മാത്രം നോക്കിയാണ് ബൈക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈഡിങ്ങിൻ്റെ അടുത്തുള്ള ഒരു പ്ലഷർ അങ്ങ് പോകും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ബാലൻസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ്. ഡെയിലി നിങ്ങൾ 10 to 30 km റൈഡ് ചെയ്യുമ്പോൾ കംഫർട്ടാണ് നിങ്ങൾ റിയലായി ഫീൽ ചെയ്യുന്നത്. സോ സീറ്റ് ഹാർഡ് ആണെങ്കിൽ 2 വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി പെയിൻ വരും. പിന്നെ കേരളത്തിലെ റോഡുകൾക്ക് സോഫ്റ്റ് സസ്പെൻഷനാണ് ബെറ്റർ. ഹാർഡ് സസ്പെൻഷനൊക്കെ ഷോറൂമിൽ ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ്, പക്ഷേ ഡെയിലി യൂസിൽ വരുമ്പോഴത്തേനും അതൊരു ടോർച്ചറായി മാറും. അടുത്ത് മെയിനായിട്ട് പറയാനുള്ളത് റൈഡിങ് പോസ്റ്ററാണ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് മിക്കവാറും എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നത്, പക്ഷേ ബൈക്ക് ഓണർഷിപ്പിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, മെയിൻ്റനൻസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ബൈക്കിൻ്റെ പ്രോപ്പർ സർവീസ് ഇൻ്റർവെൽ എന്താണെന്നും സ്പെയർ അവൈലബിലിറ്റി കറക്റ്റ് ആണോ എന്നും ലോക്കൽ മെക്കാനിക്കിന് ഈ ഒരു ബൈക്കിനെ പറ്റി ഫെമിലാരിറ്റി ഉണ്ടോ എന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക. മന്ത്ലി സർവീസ് കോസ്റ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, സർവീസിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതും ഒരു റിയൽ കംഫർട്ടാണ്. അടുത്തത്, ഏത് ടൈപ്പ് ബൈക്കാണ് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ആകുന്നത്? മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് 125cc സെഗ്മെൻറ്റ്. ഡെയിലി കമ്മ്യൂട്ടിങ്ങിനായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി മൈലേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാഫിക്കിൽ ഹാൻഡിൽ ചെയ്യാനും വളരെ ഈസിയാണ്. അതുമാത്രമല്ല 150 to 160 സെഗ്മെൻറ്റും ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഒരു ബെറ്റർ ഓപ്ഷനാണ്. കുറച്ചുകൂടെ പവർ നമുക്ക് കിട്ടും. 125cc ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് നമുക്ക് ഈ ഒരു ബൈക്കിന് കിട്ടും. ഒരു 150 to 160 സെഗ്മെൻറ്റ് ബൈക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ്. ഒരു ഒക്കേഷണൽ ഹൈവേ റൈഡ്സിനൊക്കെ ആയിരുന്നാലും സ്റ്റിൽ ഈ ഒരു ബൈക്ക് മാനേജബിൾ ആണ്. പിന്നെ ട്രാഫിക്കിലും ഈ ഒരു ബൈക്ക് മാനേജബിൾ ആണ്. എന്തുകൊണ്ടാണ് 200cc മണ്ടയിലോട്ടുള്ള ബൈക്കുകൾ ഡെയിലി യൂസിന് പ്രാക്ടിക്കൽ അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ 1 റീസൺ ഈസ് ഹീറ്റ്, നമ്പർ 2 ഈസ് വെയിറ്റ്, പിന്നെ വരുന്നത് മെയിൻ ഇഷ്യൂ മൈലേജ്. എല്ലാം ഒരു പ്രശ്നമാവും, കാരണം എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡ് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ 200cc മണ്ടയിലോട്ടുള്ള ബൈക്ക് നമ്മുടെ കേരളത്തിൻ്റെ റോഡുകളെയും നമ്മുടെ കേരളത്തിൻ്റെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇറ്റ്സ് എ ബിറ്റ് ഹാർഡർ. അത് ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നവരില്ല എന്നല്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും എൻ്റെ ബൈക്ക് ഒരു 250cc ബൈക്കാണ്. ഞാൻ ഡെയിലി കമ്മ്യൂട്ടിങ് അതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് ഹാർഡ് ഗൈസ്. നമ്മൾ മലയാളികൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ 3 മിസ്റ്റേക്ക് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ്. ലുക്സ് മാത്രം നോക്കി വണ്ടി പോയി എടുക്കും, ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്, യൂട്യൂബേഴ്സ് പറയുന്ന ഹൈപ്പ് കേട്ട് ഡിസിഷൻ എടുക്കുന്നത് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കാണ്. മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേനും ഫ്യൂച്ചർ മെയിൻ്റനൻസ് കൺസിഡർ ചെയ്യാതെ ഓടിച്ചാടിപ്പോയി ബൈക്ക് എടുക്കും. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഗൈസ്, നിങ്ങൾ എടുക്കുന്ന ബൈക്കിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരരുത്. നിങ്ങൾ എടുക്കുന്ന ബൈക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി അഡ്ജസ്റ്റായി വരണം. പിന്നെ ഒരു കാര്യം കൂടെ, ഡെയിലി യൂസ് ബൈക്ക് എടുക്കുമ്പോഴത്തേനും ഷോറൂമിൽ പോയൊരു 10 മിനിറ്റ് നിന്നിട്ട് എടുക്കുന്ന നല്ല ഡിസിഷൻ 2 or 3 വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ബൈക്കിൻ്റെ മണ്ടയിൽ ഹാപ്പി ആയിരിക്കുമോ എന്ന് ചിന്തിക്കണം. ഓക്കെ, നിങ്ങൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ബൈക്ക് ഏതാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. മൈലേജ്, കംഫർട്ട്, എക്സ്പീരിയൻസ് എന്തുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക. ഇതുപോലെയുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ബൈക്ക് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് മൈലേജ് ബൈക്ക് ഇൻ കേരള ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തൊരു വീഡിയോയിലാണ്. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.